നമസ്കാരം. നാടിൻ്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർട്രോസ്. ഇന്ന് നമ്മൾ പ്രധാനമായി കൊടുക്കുന്ന വാർത്ത പെൻഷൻകാരുടെ സംഘടനയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന, ഏറ്റവും കൂടുതൽ പ്രതിനിധികൾ വരുന്ന സമ്മേളനമാണ് ഈ പെൻഷൻകാരുടെ സമ്മേളനം. അത് ഏത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആണെങ്കിലും അത് വളരെ ശക്തമായ സംഘടനയാണ്. തീർച്ചയായിട്ടും അവകാശങ്ങൾക്കായിട്ടുള്ള അവരുടെ പോരാട്ടത്തിൽ നമ്മൾ പങ്കുചേരണം. അത് നമ്മുടെ നാടിൻ്റെ കൂടി ആവശ്യമാണ്. നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം. സ്വർണ്ണവിലയിൽ അസാധാരണ കുതിപ്പ്. ഇന്ന് തിങ്കളാഴ്ച സ്വർണ്ണവിലയിലുണ്ടായ വർധന 3 തവണയാണ്. അവസാനം സന്ധ്യയോടെ ഗ്രാമിന് 12,670 രൂപയാണ് അവസാനമായി ഗ്രാമിൻ്റെ വിലയായി നിശ്ചയിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും സ്വർണ്ണവില കൂടാനാണ് സാധ്യത. KSSPA ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ദ്വിദിന സമ്മേളനം ആരംഭിച്ചു. ജില്ലാ പ്രസിഡന്റ് വാര്യത്ത് മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു, പതാക ഉയർത്തി. തുടർന്ന് നടന്ന ജില്ലാ കൗൺസിൽ യോഗം സംസ്ഥാന ട്രഷറർ P. ഗോപാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ N. സോമൻപിള്ള, കൺവീനർ T.G. വർഗീസ്, സംസ്ഥാന ഭാരവാഹികളായ K.C. വരദരാജൻ പിള്ള, M. സുജയ്, സെക്രട്ടേറിയറ്റ് അംഗം K. രാജേന്ദ്രൻ, പ്രൊഫസർ K. ചന്ദ്രശേഖരൻ പിള്ള, G. രാമചന്ദ്രൻ പിള്ള, R. രാജശേഖരൻ പിള്ള, D. ചിദംബരൻ, A. നസീം BV, G. ബാലചന്ദ്രൻ പിള്ള, A. മുഹമ്മദ് കുഞ്ഞ്, B. സതീശൻ, പെരുമ്പുഴ ഗോപിനാഥൻ പിള്ള, G. യശോധരൻ പിള്ള, K. ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന വനിതാ സമ്മേളനം KPCC സെക്രട്ടറി K. ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു. വനിതാ ഫോറം പ്രസിഡന്റ് ശൈലജ അഴകേശൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം A. നസീം BV, CP അമ്മണിക്കുട്ടിയമ്മ, SS ഗീതാഭായി, R. രാജമണി, S. ലീലാമണി, K. സാവിത്രി, J. ലീന, J. ജസ്മിൻ, B. സുശീലാമ്മ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നാളെ രാവിലെ 10-ന് PC വിഷ്ണുനാഥ് MLA നിർവഹിക്കും. സ്വാഗത സംഘം ചെയർമാൻ P. രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് MB വേലായുധൻ ഉദ്ഘാടനം ചെയ്യും. സംഘടനാ ചർച്ച R. രാജൻ കുരുക്കൾ ഉദ്ഘാടനം ചെയ്യും. ട്രേഡ് യൂണിയൻ സമ്മേളനം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്യും. സാമ്പത്തിക ആനുകൂല്യങ്ങൾ പുതുതായി നമുക്ക് ലഭിക്കുമെന്ന് എനിക്ക് വ്യക്തിപരമായി അഭിപ്രായമില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സമര സംഘടന എന്നുള്ള നിലയിലും കേരളത്തിലെ പെൻഷൻ സമൂഹം നമ്മളിൽ ശക്തമായ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതിനാലും നമുക്ക് അവരുടെ വിശ്വാസങ്ങളെ ലംഘിക്കുവാൻ, നിഷേധിക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ കവർന്നെടുത്ത എല്ലാ ആനുകൂല്യങ്ങളും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരള സംസ്ഥാനത്തുണ്ടാക്കുന്നതിന് നമ്മുടെ മാതൃപ്രസ്ഥാനവും ആ മാതൃപ്രസ്ഥാനത്തിലുള്ള മുന്നണി സംവിധാനത്തിലുള്ള ഘടക കക്ഷികൾ ഉൾപ്പെടെയുള്ള ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ, ഐക്യജനാധിപത്യ മുന്നണി രൂപം കൊടുക്കുന്ന ഈ സർക്കാരിനെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി രൂപം കൊടുക്കുന്ന എല്ലാ പ്രവർത്തനത്തിലും നമ്മൾ മുൻപന്തിയിലും പിൻപന്തിയിലും നിന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് സ്വാഭാവികമായിട്ടും അടുത്ത 2026 ഏപ്രിൽ മെയ് മാസം നടക്കുവാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഭരിക്കുന്ന ഈ കിരാത ഭരണത്തെ, ഈ കൊള്ളക്കാരന്മാരുടെ ഭരണത്തെ, മോഷ്ടാക്കളുടെ ഭരണത്തെ, തൊള്ളിവകലിൽ കൃത്രിമം കാണിക്കുന്ന നേതാക്കന്മാരുടെ ഭരണത്തെ അവസാനിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. ആ കാര്യത്തിൽ നമ്മളെല്ലാവരും പ്രതിജ്ഞാബദ്ധമാണ്. പുതിയ ഒരു രാഷ്ട്രീയ ക്രമം, പുതിയ ഒരു ഐക്യജനാധിപത്യ മുന്നണിക്ക് മുൻതൂക്കമുള്ള ഒരു ഗവൺമെന്റിനെ പ്രതിഷ്ഠിക്കുവാൻ നമ്മൾ ഓരോരുത്തരും വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നേറേണ്ടതായിട്ടുണ്ട്. ഒന്നേ ഉള്ളൂ സംഘടന, അതാണ് KSSPA. ജില്ലാ സമ്മേളന സിന്ദാബാദ്.
എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. പേരയം ഗ്രാമോത്സവം സമാപിച്ചു. പേരയം ദേശാഭിവർദ്ധിനി യുവജന സമാജ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഗ്രാമോത്സവം 2025 സമാപിച്ചു. സമാപന സമ്മേളനം പേരയം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്യാം ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് ഡി സിന്ധുരാജ് അധ്യക്ഷത വഹിച്ചു. ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിത സുരേഷ്, പേരയം പഞ്ചായത്ത് അംഗങ്ങളായ പി രമേശ് കുമാർ, ബെന്നി ഷീലാകുമാരിയമ്മ, ജസ്പിൻകുട്ടി വിജയൻ, പ്രീത അനിൽ, ഗ്രന്ഥശാല സെക്രട്ടറി ശ്രീരാജ് ആർ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ES സുരേഷ്, M കുഞ്ഞികൃഷ്ണപിള്ള, K ഉഷാകുമാരി, ഷെറിൻ ജോർജ് എന്നിവർ സംസാരിച്ചു. പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും കായിക മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. രാത്രിയിൽ കൊട്ടാരക്കര ശ്രുതിലയ മ്യൂസിക്കൽ ബാൻഡ് അവതരിപ്പിച്ച മ്യൂസിക്കൽ ഫ്യൂഷൻ നിശയും സംഘടിപ്പിച്ചു. 4 ദിവസം നീണ്ടുന്ന ഗ്രാമോത്സവത്തിൽ ജില്ലാതല ഷട്ടിൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ്, കായിക മത്സരങ്ങൾ, ഗ്രന്ഥശാല ബാലവേദി അവതരിപ്പിച്ച നൃത്തങ്ങൾ, ടോപ്പ് ട്യൂൺ അവതരിപ്പിച്ച കരോക്കെ ഗാനമേള എന്നിവയും നടന്നു. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimuthikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. അറിവ് ഉത്സവം സംഘടിപ്പിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുണ്ടറ മേഖല ബാലോത്സവം വെള്ളിമൺ VVHSSൽ നടന്നു. പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് B മനോജ് ശാസ്ത്രഗതിയുടെ വികസന പതിപ്പ് അറിവുത്സവം നൽകി അറിവുത്സവം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി മോഹൻ, ഹൃദയകുമാരി, ലക്ഷ്മി, മിനി, മോഹൻദാസ്, B ജോൺസൺ, അസീസി, PM യേശുദാസൻ, ഡോക്ടർ KR അനിൽ, B കുഞ്ഞുമോൻ എന്നിവർ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പരിസരം, പരീക്ഷണം, വര, പാട്ട്, സംഘപ്രവർത്തനങ്ങൾ എന്നിവയാണ് നടന്നത്. ജില്ലാ ബാലവേദി കമ്മിറ്റി തയ്യാറാക്കിയ മൊഡ്യൂളിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. മേഖലയിലെ 6 സ്കൂളുകളിൽ നിന്നായി 39 കുട്ടികൾ പങ്കെടുത്തു. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MAG CBN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447119980. പഞ്ചായത്ത് തല ബാലോത്സവം കിഴക്കേക്കല്ലട ലൈബ്രറി കൗൺസിൽ കിഴക്കേക്കല്ലട മൺട്രോത്തുരുത്ത് നേതൃത്വത്തിൽ മൺട്രോത്തുരുത്ത് UPSU പഞ്ചായത്ത് തല ബാലോത്സവം. ലൈബ്രറി കൗൺസിൽ കിഴക്കേക്കല്ലട മൺട്രോത്തുരുത്ത് നേതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ മൺട്രോത്തുരുത്ത് VSUP സ്കൂളിൽ ബാലോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മായ നെപ്പോളിയൻ ഉദ്ഘാടനം ചെയ്തു.
നേതൃസമിതി കൺവീനർ ടി രാജേന്ദ്രൻ ചാക്കേൽ അധ്യക്ഷത വഹിച്ചു. മൺട്രോത്തുരുത്ത് പഞ്ചായത്ത് അംഗം സുകേശൻ, എൽ സന്തോഷ്, ബൈജു പ്രണവം, ജി സുരേഷ് കുമാർ, എസ് സജീഷ്, കലേഷ് എന്നിവർ സംസാരിച്ചു. താലൂക്ക് തല മത്സരത്തിൽ അർഹത നേടിയ വിദ്യാർത്ഥികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. CUET പരിശീലന പദ്ധതി നാളെ ആരംഭിക്കും. നിയോജകമണ്ഡലത്തിൻ്റെ സമഗ്ര വിദ്യാഭ്യാസ വികസനം ലക്ഷ്യമിട്ട് PC വിശ്വനാഥ് MLA കഴിഞ്ഞ 4 വർഷമായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയായ കണക്ട് കുണ്ടയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് പരിശീലന പദ്ധതിക്ക് നാളെ തുടക്കമാകും. നിയോജകമണ്ഡലത്തിലെ വിവിധ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഓരോ വിഷയത്തിലും 7 വിദ്യാലയങ്ങളിലും നേരിട്ടെത്തിയാണ് ക്ലാസുകൾ നടത്തുക. വിദ്യാർത്ഥികൾക്ക് രാജ്യത്തെ മികച്ച സർവകലാശാലകളിലും കലാലയങ്ങളിലും പഠിക്കുന്നതിനും അനവധിയായ അവസരങ്ങൾ ലഭ്യമാക്കുന്നതിനുമാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് MLA അറിയിച്ചു. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസ് ബാനറിൽ പുറത്തിറങ്ങിയിട്ടുള്ള 25 ഹ്രസ്വചിത്രങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ്. ആ ചിത്രങ്ങളെല്ലാം നിങ്ങൾ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.